ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് 2 ചാപ്റ്റേഴ്സാണ്. അതായത് അവസാനത്തെ 2 ചാപ്റ്റേഴ്സ്. യൂണിറ്റ് 14ഉം 15ഓട് കൂടി ഈ പേപ്പർ അങ്ങോട്ട് തീരുകയാണ്. അത് കംപ്ലീറ്റ് ആണ്, ലെസൺസ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാവുന്നത് ഇതിപ്പോൾ 14 വരുന്നത് റീജിയനും ട്രൈബൽസിനെ പറ്റിയാണ്. ഇന്ത്യയിലുള്ള ട്രൈബൽ ആയിട്ടുള്ള, അതായത് ആദിവാസികളുടെ ഏരിയ, അവരുടെ പ്രോബ്ലംസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുമ്പോൾ ഇവരുടെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ, ഇവര് ആദിവാസികളൊക്കെ മലമുകളിലും പല ഏരിയയിലും താമസിക്കുന്നവരാണ്. അപ്പൊ അവരുടെ പ്രശ്നങ്ങളും അവരുടെ റിഫ്ലക്ഷൻ എങ്ങനെയാണോ അത് പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ നമ്മളുടെ ജീവിത രീതികൾ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും അതിൻ്റെതായ ഇൻഡിപെൻഡൻസിന് മുമ്പുണ്ടായിരുന്നു, അതിന് ശേഷമുണ്ട്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. അതായത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതായത് പല സ്ഥലത്തുമായിട്ട് കിടക്കുന്ന ട്രൈബൽസ് ആണ്. അപ്പൊ അവര് അൺഈവനാം അതിന്റെ പോപ്പുലേഷൻ, ട്രൈബൽ പോപ്പുലേഷൻ വളരെ മാർജിനലൈസ്ഡ് സെക്ഷനിലാണ് വരുന്നത്. ഈ കോൺടെസ്റ്റിൽ ട്രൈബ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഫറെന്റ് ഏരിയയിൽ, അതായത് ഡിഫറെന്റ് സ്ഥലത്ത്, പല സ്ഥലത്തും അഡ്മിനിസ്ട്രേറ്റീവ് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് നമ്മൾ പരാമർശിക്കുന്നത്. അതായത് നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തും ഈ ട്രൈബൽസിന്റെ ആക്ടിവിറ്റി നടന്നിരുന്നു, അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഒരു ദൃഷ്ടാന്തമായിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഇതില് ട്രൈബില് നമ്മൾ പറയുമ്പോൾ വളരെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ അവര് നേച്ചറോട് അല്ലെങ്കിൽ ഭൂമിയിലെ നേച്ചറോട് കൂടി ചേർന്ന് താമസിക്കുന്നവരാണ്. അവർ കൂടുതലും ഫോറസ്റ്റിലും നാച്ചുറൽ റിസോഴ്സസ്, അതായത് ഭൂമിയിലുള്ള നാച്ചുറൽ റിസോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. പിന്നെ ഇവർക്ക് പ്രാക്ടിക്കലി അവരുടെ കസ്റ്റംസ്, അവരുടെ ട്രഡീഷൻസ്, ഫുഡ് ഹാബിറ്റ്സ്, പാട്ടുകൾ, ഡ്രസ് പാറ്റേൺ, മാരേജ് കസ്റ്റം, ജെൻഡർ റിലേഷൻ, അതേമാതിരി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അവർക്ക് ഒരു തലവനുണ്ടാവും, ഹെഡ്മാൻ ഉണ്ടാവും. ഇതൊക്കെ വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ട്രൈബൽസ് തന്നെ പല വിധത്തിലുള്ള ട്രൈബൽസും ഉണ്ട്. കാസ്റ്റ് വ്യത്യാസമുണ്ട്, അവരുടെ ക്ലാസ് വ്യത്യാസമുള്ള ട്രൈബൽസ്. ഇത് കൂടാണ്ട് നോൺ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ നോൺ കമ്മ്യൂണിറ്റീസിൽ കൂടെയും അവരുടെ സോഷ്യൽ ഇക്വാലിറ്റീസും ജെൻഡറും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഇത് മാത്രമല്ല, ഇവരുടെ സൊസൈറ്റിയുടെ ജീവിതം, ഇക്കണോമിക് ആയിട്ടുള്ള, അതായത് ധനപരമായ ട്രാൻസ്ഫർമേഷൻ വരുന്നത്, അതായത് ട്രൈബൽസില് ഇവര് നോർത്ത് ഈസ്റ്റില് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നു, മലമ്പ്രദേശങ്ങളിൽ. ഇവിടെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ പല ഏരിയയിൽ തന്നെ പല വിധത്തിലുള്ള ട്രൈബൽസ് ഉണ്ട്. 2 ട്രൈബലിനെ പറ്റി എടുത്തു പറയാവുന്നത്, അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കൊളോണിയൽ പീരീഡിൽ ഉണ്ടായിരുന്ന ട്രൈബൽസും അതിനുശേഷം ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം വന്നിട്ടുള്ള ഒരു വ്യൂ കൂടിയുണ്ട്. അപ്പൊ ഈ കാറ്റഗറിയിൽ നമ്മൾ മെയിൻ സ്ട്രീമിലേക്ക്, ഈ ആദിവാസികളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി മെയിൻ സ്ട്രീമിലേക്ക് അവർക്ക് പഠിപ്പ് ഉണ്ടാവില്ല, അവര് കുറച്ചുകൂടെ ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് ആൾക്കാരുമായിട്ട് ഭാഷ ശരിയാവില്ല, അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങൾ മാത്രമല്ല, ലീഗൽ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇവരെ ഏത് കാറ്റഗറിയിൽ കൊണ്ടുവരും? ഷെഡ്യൂൾ ട്രൈബ് എന്നാണ് അവരെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. 5ാമത്തെയും 6ാമത്തെ ഷെഡ്യൂളിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുള്ളത് മെജോറിറ്റി ആയിട്ടുള്ള ട്രൈബൽ പോപ്പുലേഷൻ എല്ലാം ഷെഡ്യൂൾഡ് ഏരിയസിലാണ് വരുന്നത്. ഈ ആർട്ടിക്കിൾ 244 1ലും 2ലും കോൺസ്റ്റിറ്റ്യൂഷനില്, അതേമാതിരി ആർട്ടിക്കിൾ 366 25ലും ഈ നമ്മുടെ ഭാരതത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന ഇവരെ ഷെഡ്യൂൾ ട്രൈബും ട്രൈബ്സ് അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്നാണ് കണക്കാക്കിയാണ് കൊടുത്തിട്ടുള്ളത്, 342ൽ കൊടുത്തിട്ടുള്ളത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവർക്ക് റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. 7% സീറ്റ് ഗവൺമെന്റ് ഫണ്ട് ഉള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അതേമാതിരി ഗവൺമെന്റ് ജോബിലും ഇവർക്ക് നമ്മൾ 7% റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇവർക്ക് ലീഗലായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസും വെൽഫെയർ ഇഷ്യൂസ്, അതായത് ഈ ആദിവാസികളുടെ
പുനർനിർമ്മാണം, അവരെ താമസം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനും ഇന്ത്യൻ ഗവൺമെന്റ് പ്രശംസ അർഹിക്കുന്നു, എടുക്കുന്നുണ്ട്. ഇതിൽ 700 ട്രൈബാണ്. ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് 700 ടൈപ്പിലുള്ള, അതായത് 700 വിധത്തിലുള്ള ട്രൈബ് ഉണ്ട്. അതും ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 9% ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതുകൂടാണ്ട് ഇവരുടെ സോഷ്യലായിട്ടുള്ള, എക്കണോമിക്കലായിട്ടുള്ള ഡെവലപ്മെന്റ്, പ്രൊട്ടക്ഷൻ, അവരുടെ ഓരോ ട്രൈബിനും ഓരോ രീതികളുണ്ടാവും, കൾച്ചറൽ ഐഡന്റിറ്റി ഉണ്ടാവും. അതിനെ നശിപ്പിക്കാണ്ട് കൊണ്ടുപോകാനാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലാർജ് ഏരിയാസിൽ ഇൻഹാബിറ്റൻസ് മുഴുവനും താമസിക്കുന്നത് മുഴുവൻ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളായിരിക്കും. അതായത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഈ കണ്ടീഷൻ, ഇന്ത്യൻ റീജിയന്റെ കണ്ടീഷൻ അനുസരിച്ച് ഇവർക്ക് കൂടുതലായിട്ട് ദരിദ്രമുണ്ട്, മാൽന്യൂട്രീഷൻ ഉണ്ട്, അതായത് നറിഷ്മെന്റ് ശരിക്കും കിട്ടുന്നില്ല, പഠിപ്പില്ല, അതേമാതിരി ഹെൽത്തിനുള്ള ആക്ടിവിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ സർവീസ് ഇല്ല. അപ്പോൾ ഈ മിനിസ്ട്രി ഓഫ് ട്രൈബൽ ഗവൺമെന്റ് ഡാറ്റ എടുത്തിട്ട് നോക്കുമ്പോൾ 47.1% ഷെഡ്യൂൾ ട്രൈബ് പോപ്പുലേഷൻ പോവർട്ടി ലൈനിൽ താഴെ, അതായത് ദരിദ്രരേഖയ്ക്ക് താഴെ ജീവിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഇത് കമ്പയർ ചെയ്യുമ്പോൾ നാഷണൽ ആവറേജിൽ 38.8%. ഇത് കൂടാണ്ട് ട്രൈബൽ അഫയേഴ്സ് റെക്കോർഡിൽ 9.4% ഷെഡ്യൂൾ പോപ്പുലേഷൻ ലാൻഡ് ഇല്ലാത്തവരാണ്, ലാൻഡ് ലെസ് ആണ് അവര്. അതേമാതിരി തന്നെ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റും ഈ ഷെഡ്യൂൾ ട്രൈബിൽ കൂടുതലാണ്. കാരണം ഇവരുടെ കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് നല്ല മെഡിക്കൽ ഫെസിലിറ്റീസ് ഇവർക്ക് കിട്ടാത്തത് കൊണ്ടും അങ്ങനെയും വരുന്നുണ്ട്. പിന്നെ ലിറ്ററസി, പഠിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ 59%, നാഷണൽ ആവറേജിൽ 73% ലിറ്ററസി റേറ്റ് എങ്കിൽ 59% ഈ കൂട്ടരാണ്, ഷെഡ്യൂൾ ട്രൈബാണ്. അതിലും ഷെഡ്യൂൾ ട്രൈബ് പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 40% പല സ്ഥലത്തായിട്ട് ഡിസ്പ്ലേസ് ആയിട്ട് കിടക്കുകയാണ്. അതായത് 1951 മുതൽ 1990 വരെയുള്ള കണക്ക് പ്രകാരം. ഇവരുടെ ജീവിതം എങ്ങനെയാ വെച്ചാൽ പല വിധത്തിലും പല സ്ഥലത്തുമാണ് അവർ ജീവിക്കുന്നത്. ഇത് ഇങ്ങനെ ഡിസ്പ്ലേസ് ആകാനുള്ള കാരണങ്ങള്, ഡാം കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും മലമുകളൊക്കെ ഒന്ന് വെട്ടി വരുമ്പോൾ അവർ മാറേണ്ടി വരും. ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്, മൈനിങ് വരുന്നുണ്ട്, ക്രിയേഷൻ ഓഫ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് വരും. അപ്പൊ അവർക്ക് ഡിസ്ലൊക്കേഷൻ വരുന്നു, അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവര് മാറിപ്പോകേണ്ട ഒരു കാലഘട്ടം വരുന്നു. പിന്നെ ഇവരുടെ എത്രത്തോളം റീഹാബിലിറ്റേഷൻ ഗവൺമെന്റ് കൊടുക്കുന്നുള്ളത് നമുക്ക് അത്രയും പര്യാപ്തമല്ല എന്നുള്ളതാണ് അഭിപ്രായങ്ങൾ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ കണ്ടീഷൻ, ഇവരുടെ ഗവൺമെന്റിന്റെ കണ്ടീഷൻ, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടി ഉണ്ട്. ഇനി പല വിധത്തില്, അതായത് റീജിയണൽ വൈസ് ആയിട്ട് ഇന്ത്യയുടെ പല ഭാഗത്ത് കിടക്കുന്ന ട്രൈബിനെ പറ്റി അല്ലെങ്കിൽ ആദിവാസികളെ പറ്റിയാണ് ഇനി അടുത്ത് പരാമർശിക്കുന്നത്. ഇതിൽ പല റീജിയൻ ഉണ്ട്, സബ് റീജിയൻ ഉണ്ട്. സബ് റീജിയൻ വരുമ്പോഴത്തേക്കും ഡെവലപ്മെന്റ് തീരെ ഇല്ലാത്ത സ്ഥലങ്ങളും കുറച്ച് ഡെവലപ്മെന്റ് ഉള്ള സ്ഥലം വരുന്നുണ്ട്. അതേമാതിരി റീജിയൻസിലും അതേമാതിരി ഡിസ്റ്റിങ്വിഷ് ആയിട്ടുള്ള ഡെവലപ്മെന്റിലും ബ്ലോക്ക് ആയിട്ടുള്ള ബാക്ക്വേർഡ് റീജിയൻസും കൂടെ ഉണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് ഇന്റേണൽ കോളനീസ് എന്ന് പറയും. അതായത് ഇവര് തന്നെ അവരുടെ കോളനിക്കുള്ളിൽ താമസിക്കുന്ന ഒരു ഭാഗം. അതേമാതിരി വളരെ ഡെവലപ്മെന്റ് കുറഞ്ഞ സ്റ്റേറ്റ്, അവിടെ ഉള്ള ആൾക്കാര്, ഡെവലപ്മെന്റ് വളരെ തീരെ മോശമായിട്ടുള്ള ഭാഗത്തും ഈ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ബാക്ക്വേർഡ് റീജിയൻ ആണ് അത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. ജോഗ്രാഫിക്കലി ദൂരെയുള്ള ഭാഗങ്ങളാണ്. അതായത് ഇന്ത്യയുടെ സെൻസസ് 2001 എടുത്തപ്പോൾ മിസോറാം, നാഗാലാൻഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ്, യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ലക്ഷദ്വീപ്, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ഇതിലെ ഷെഡ്യൂൾ ട്രൈബില് ഈ ഷെഡ്യൂൾ ട്രൈബ് പോപ്പുലേഷൻ 60% ഉണ്ട് ടോട്ടൽ പോപ്പുലേഷൻ. അതേമാതിരി തന്നെ ഈ ട്രൈബൽ പോപ്പുലേഷനിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ഉണ്ട്. പാരാമീറ്റേഴ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ധനം, അതായത് എക്കോണമി, അവരുടെ ജോലി, ഒക്യുപ്പേഷൻ, അവരുടെ ലാംഗ്വേജ്, അവരുടെ കൾച്ചർ, ഇതിനെയൊക്കെ വ്യത്യാസം വെച്ചാണ് ആന്ത്രോപോളജിസ്റ്റ് BS ഗുഹ പറയുന്നുണ്ട്.
ഫ്രെയിംവർക്കിൽ കൂടെ ജോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ഏതേത് സ്ഥലത്ത് എത്ര ആൾക്കാരുണ്ടെന്നുള്ളതിനെ പറ്റി അതൊരു 3 ബ്രോഡായിട്ടുള്ള സോണായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് മൂന്നാമത്തത് 3 സോൺ ഡിഫറെന്റ് വരുമ്പോൾ ആദ്യമായിട്ട് വരുന്നത് നമ്മൾ കാണുന്നത് നോർത്തും നോർത്ത് ഈസ്റ്റേൺ സോണും. ഇന്ത്യയുടെ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സോൺ എന്ന് പറയുമ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ വരുന്നത് കാസീസ്, ഗാറാസ്, നാഗാസ്, ലിപ്ചാസ് ഓഫ് ആസാം, മേഘാലയ, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഈസ്റ്റേൺ ഇന്ത്യ. അതേമാതിരി തന്നെ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിലെ കാശ്മീരിന്റെ ഭാഗത്തും ഈസ്റ്റേൺ കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും നോർത്ത് ഉത്തർപ്രദേശിലും ഈസ്റ്റേൺ പഞ്ചാബിലും കൂടെ കാണുന്നുണ്ട്. ഇവർ മെയിൻ ആയിട്ടുള്ളത് അഗ്രികൾച്ചറൽ ജോലിയായിരിക്കും. അവരുടെ ഓക്യുപ്പേഷൻ എന്ന് വെച്ചാൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആയിരിക്കും. ഇനി രണ്ടാമതായിട്ട് സോൺ എന്ന് പറയുന്നത് നടുഭാഗം, അതായത് സെൻട്രൽ സോൺ എന്നാണ് അതിനെ പറയപ്പെടുന്നത്. ആ മിഡിൽ സോൺ വരുമ്പോഴത്തേക്കും ഗാരോ ഹിൽസും രാജ്മൽ ഹിൽസിന്റെയും നടുവില് വരുന്ന സ്റ്റേറ്റ്സ് ആയ മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒറീസ, ഉത്തർപ്രദേശ്, ബീഹാർ, നോർത്തേൺ മഹാരാഷ്ട്ര അങ്ങനെ ഭാഗങ്ങളിലാണ് വരുന്നത്. ഗോണ്ടാസ് ഉണ്ട്, സാന്താൽസ് ഉണ്ട്, ബയ്യാസ് ഉണ്ട്, മുണ്ടാസ് ഉണ്ട്. ഈ റീജിയനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ആദിവാസികൾ. ഇനി സദേൺ സ്റ്റേറ്റിൽ, അതായത് സദേൺ സ്റ്റോൺ എന്ന് പറയുമ്പോൾ സദേൺ സോൺ വരുന്നത് ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കൊച്ചിൻ. ട്രൈബൽ പോപ്പുലേഷൻ കംപ്രൈസ് ചെയ്ത് വരുന്ന ആൾക്കാർ ആരൊക്കെ വെച്ചാൽ തോഡാസ്, ചെഞ്ചൂസ്, ഇറുളൂസ്, പനിയൻസ്, ഖെർവാസ്, കുറുംബാസ്. ഇവരുടെ പോപ്പുലേഷൻ മുഴുവനും ഈ സദേൺ സോൺ ആകുമ്പോഴത്തേക്കും മലയും ഫിഷിങ്ങും, ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ് ആണ് ഇവരുടെ ജോലി. പ്രിമിറ്റീവ് ട്രൈബായ കാഡർ, മലവാടൻ, കണിക്കാർ, മലക്കുറുവൻ ഇവരൊക്കെ ഫോറസ്റ്റിൽ ജീവിക്കുന്ന, ട്രാവൻകൂർ സൈഡിലുള്ള ഫോറസ്റ്റിൽ ജീവിക്കുന്നവരാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും എക്കണോമിക്കലി താഴ്ന്ന വരുമാനമുള്ള കമ്മ്യൂണിറ്റിയാണ് ഇത് എന്ന് പറയുന്നു. ഇത് മാത്രമല്ല, ക്ലാസിഫിക്കേഷൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലും നിക്കോബാരീസ്, ജാർവാരാസ്, ഓൺഗീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള 5-6 ഷെഡ്യൂളിൽ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് ഒരു 5th ഷെഡ്യൂളിൽ കൂടെ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുള്ള ഏരിയാസ് ഏതൊക്കെയാ നോക്കുകയാണെങ്കിൽ അത് ഏരിയാസ് ആയിട്ടുള്ള 5ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഷെഡ്യൂളാണ് പറയുന്നത്. ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി, വിശാഖപട്ടണം, അഹമ്മദാബാദ്, ശ്രീകുളം, വിരംഗം, മഹബൂർ ഇതിന്റെ ഏരിയയിൽ. ഇനി ജാർഖണ്ഡ് ഏരിയയിൽ നോക്കുമ്പോൾ ദുംക, ഗോഡ, ദേവഗർഹ, ഇങ്ങനെ റേച്ചൂർ, റാഞ്ചി, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് സിംഗാം, ഗുംല, സിന്മാര, അങ്ങനെ പല ഡിസ്ട്രിക്ട്സ്. ഛത്തീസ്ഗറിനെ പറ്റി പറയുകയാണെങ്കിൽ ഛത്തീസ്ഗറിൽ സമുർജ, ബാസ്റ്റർ, റൈഗാഡ്, റെയ്പൽ, അതേമാതിരി നാഗഡ, ദുർഗ, സിയോൾ, സിരവ, കൻവർ. ഹിമാചൽ പ്രദേശിന്റെ ഏരിയ നോക്കുകയാണെങ്കിൽ ലാഹുൽ ആൻഡ് സപ്തി ഡിസ്ട്രിക്ട്സ്, കിനാർ, പങ്കി തഹസിൽ, ബറാമൂർ സബ് തഹസിൽ, ചമ്പ ഡിസ്ട്രിക്ട്. മധ്യപ്രദേശിലാണെങ്കിൽ ജമുഹ, മണ്ഡാല, ദാർ, ഗാർഗൺ, സെൽന, തെൽ, ബൽഘാട്ട എന്നുള്ള സ്ഥലങ്ങൾ. ഗുജറാത്തിലാണെങ്കിൽ സൂറത്ത്, ബറൂച്ച, ദാങ്സ്, വാലന്റ്, പഞ്ച്മഹൽ, സർദോര, സബർക്കത്ത പാർട്സ് ഓഫ് ദ ഡിസ്ട്രിക്ട്സിൽ. മഹാരാഷ്ട്രയില് താനെ, നാസിക്, ദുലെ, അഹമ്മദ്നഗർ, പൂനെ, നാഗാനന്ദ്, അമരാവതി, ഗർച്ചോളി, ചന്ദ്രാപൂർ എന്നുള്ള ബാക്കിയുള്ള ഡിസ്ട്രിക്ട്സ്. ഒറീസയിലാണെങ്കിൽ മയൂർഭഞ്ച്, സുന്ദരാഗർ, ഗൊറാപ്പോട്ടും അതേമാതിരി 5th ഷെഡ്യൂൾ പറഞ്ഞിട്ടുള്ള റായ്ഗോഡ്, റിഞ്ചൂർ, സബൽപൂർ, ഗഞ്ചം, കലാടി, ബോലാപൂർ. ഇനി രാജസ്ഥാനിൽ പറയുകയാണെങ്കിൽ ബൻസാര, ദുർഗാപൂർ, ഉദയ്പൂർ, ഛത്തീസ്ഗഡ്, സിരോയി, അതായത് അതിന്റെ സിറോയിന്റെ പാതി ഭാഗത്തിലാണ് ഈ ട്രൈബൽസ് താമസിക്കുന്നത്. ഇപ്പൊ ഇവര് ട്രൈബലും നമ്മുടെ പൊളിറ്റിക്സും തമ്മിൽ എന്താ റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് ഈ ഇതിൽ എന്താ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഡിപ്ലീഷൻ, അതായത് നമ്മള് നാച്ചുറൽ റിസോഴ്സസ് ആയ മിനറൽസും മൈൻസും ഫോറസ്റ്റും ഒക്കെ ഡിസ്പ്ലേസ് അവര് ഫാക്ടറികൾ തുടങ്ങുമ്പോൾ ഒക്കെ ഇതിന് ഡിസ്പ്ലേസ്മെന്റ് വരുന്നുണ്ട്. ഇവരെ മാറേണ്ട ഒരു കാലഘട്ടം വരുന്നു. അതേമാതിരി തന്നെ ഇവരുടെ ട്രഡീഷൻസും കസ്റ്റംസും
ട്രൈബൽ ഐഡന്റിറ്റീസും മാറിപ്പോകുന്നു. അതേമാതിരി തന്നെ ഇവരുടെ ഫീലിങ്സ്, അതായത് ഈ മലവേടന്മാരുടെ ജീവിതം ആകെ മൊത്തം മാറിപ്പോവാണ്. റിലേറ്റീവ്ലി അവർക്ക് ഫീലിങ്സ് വളരെ കമ്പാരിസൺ വിത്ത് അതർ റീജിയൻ നോക്കുമ്പോൾ ട്രൈബൽ ഡോമിനേറ്റഡ് റീജിയനിൽ ഡിപ്രൈവ് ആവുന്നു. അതായത് ഇന്ത്യൻ പൊളിറ്റിക്കൽ ടൈമിലും മൊബിലൈസേഷൻ ടൈമിലും റിയലൈസേഷൻ എടുത്തിട്ട് ഇവരെ കസ്റ്റംസ്, ഇവരുടെ ട്രഡീഷൻസ്, ലൈഫിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള. അതേമാതിരി തന്നെ അവരുടെ ലെവൽ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ പോരാ. ഇനി ഡിഫറെന്റ് ഇതിന്റെ ഇവരുടെ മൂവ്മെന്റ് എങ്ങനെയാ വെച്ചാൽ, മൊബിലൈസേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, ഏർലിയർ നമ്മൾ പറഞ്ഞു ലൈക്ക് ഹോമോജനസ് കാറ്റഗറിയാണ്. അവര് നേച്ചർ അവർക്ക് കാട്ടിന്റെ മക്കളാണ് അവര്. അപ്പൊ നേച്ചർ ഓഫ് ഇഷ്യൂസ്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ്, അതേമാതിരി ഡിഫറെന്റ് റീജിയൻസും അവിടെ താമസിക്കുന്നു. അണ്ടർ ഡെവലപ്ഡ് റീജിയനിലാണ് അവർ താമസിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ശുദ്ധന്മാരും ക്ലിയർ ആയിട്ടുള്ള ആൾക്കാരും ആയിരിക്കും. അവർക്ക് ഡിസഡ്വാൻറ്റേജ് അവരുടെ ബാക്ക്വേർഡ് പൊസിഷൻ ആയിരിക്കും. ലാംഗ്വേജ് ഇല്ല, പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല, ആശുപത്രികളില്ല, ട്രാൻസ്പോർട്ടേഷൻ വളരെ പ്രശ്നമാണ് ഇവർക്ക്. അപ്പോൾ ഇവർ ഈ ഹോസ്പിറ്റൽ എത്താൻ പറ്റാണ്ടാണ് ഇവരുടെ ഡെത്തുകളൊക്കെ നടക്കുന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസ്, നമ്മുടെ രാഷ്ട്രീയ തലവന്മാര് ഈ സൊസൈറ്റീനെ, സ്റ്റുഡൻസ് ഓർഗനൈസേഷനെ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ട്രൈബൽ മൂവ്മെന്റ്സിനെ പിന്നെ ഇവരുടെ ട്രൈബൽ മൂവ്മെന്റ്സ് കൊളോണിയൽ ടൈമിലും അതേമാതിരി തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇന്ത്യ ഓർഗനൈസ് ചെയ്ത ലാർജ് സ്കെയിലായിട്ടുള്ള ഫോറസ്റ്റിന്റെ ഏലിനേഷൻ, എക്കണോമിക് ഡിപ്രിവേഷൻ, അതേമാതിരി കൊളോണിയൽ പീരീഡിൽ ട്രൈബൽ പോപ്പുലേഷൻ മൊബിലൈസ് ചെയ്തു. അതേമാതിരി ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ, ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ മൂവ്മെന്റ്സ് ഒക്കെ ഈ ജന്മികളുടെ ഒപ്രഷനിൽ, അവരുടെ ജന്മികളുടെ സൗകര്യത്തിൽ ജീവിച്ചവരും ഇവരുടെ പ്രൊട്ടക്റ്റഡ് റൈറ്റ്സും ലാൻഡിനെയും ഫോറസ്റ്റിനെയും കൂടിയാണ്. അപ്പോൾ ഇതിന് കെ സിംഗ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഈ ട്രൈബൽ മൂവ്മെന്റ്സിന്. ഇൻഡിപെൻഡൻസ് 4 കാറ്റഗറി ആയിട്ട് മാറ്റി എടുക്കുന്നു. 1 അഗ്രേറിയൻ, അതായത് കൃഷി, 2 സാൻസ്ക്രിറ്റേഷൻ, 3 കൾച്ചറൽ, 4 പൊളിറ്റിക്കൽ. അപ്പൊ ഇങ്ങനെ ഇവരെ ഫോറസ്റ്റുമായിട്ടും കൾച്ചറൽ എംപോവർമെന്റുമായിട്ടും നമ്മൾ എടുക്കുകയാണ്. 18ാം നൂറ്റാണ്ടിൽ, അതായത് ബീഹാറിൽ നമ്മൾ മൂവ്മെന്റ്സ് കണ്ടിട്ടുണ്ട്. ഇവരുടെ ചരസു റെബല്യൻ എന്ന് പറയും, 18ാം നൂറ്റാണ്ടിൽ നടക്കുന്നത്. അത് ബീഹാർ സ്റ്റേറ്റിലാണ്. കോൾ ഉലകൻ, സന്തഗോൾ, മിർസ മുണ്ട ഒക്കെ നമ്മളുടെ രാഷ്ട്രീയത്തിന്റെ നമ്മൾ എന്താ പറയാ, ഈ ഇൻഡിപെൻഡൻസ് വാർ ടൈമില് ബിർസ മുണ്ടന്റെ പണിഷ്മെന്റ് ഒക്കെ കാണുന്നുണ്ട്. അതൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ട്രൈബൽ മൂവ്മെന്റ്സിന്റെ അജിറ്റേഷൻസ് ആണ്. ഇത് കൂടാണ്ട് കൊളോണിയൽ എക്സ്പാൻഷൻ വന്നു, അതേമാതിരി കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ വന്നു. അതിനെ ഇവർ എതിർത്തപ്പോഴത്തേക്കും അവരെ പിടിച്ച് പണിഷ്മെന്റ് കൊടുക്കുന്നു ഗവൺമെന്റ്. അപ്പൊ ഈ കമ്മ്യൂണിറ്റീസ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ് വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് മണി ലെൻഡേഴ്സ്, അതായത് പൈസ പലിശക്ക് കൊടുക്കുന്നവരും, അതേമാതിരി അവരുടെ ലാൻഡിനെ അവരെ ഓടിച്ചു വിട്ട് എടുക്കുന്നവരും, അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളാണ് അവർക്ക് ഇറിറ്റേഷൻ ആവുന്നത്. പിന്നെ താനാ ബാഗട്സ് എന്ന് പറഞ്ഞിട്ട് വെസ്റ്റ് ബംഗാളില് ഒരു നോൺ വയലന്റ് സത്യാഗ്രഹം നടത്തി. അതായത് ബ്രിട്ടീഷ് കോളോണിയൽ ടൈമിൽ, അതായത് ബ്രിട്ടീഷുകാരുടെ ടൈമിലാണ് അവർ നോൺ വയലന്റ് സത്യാഗ്രഹം നടത്തുകയും ഇതിൽ പല വിധത്തിലുള്ള ട്രൈബൽസിന് പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഈ 1930 ഒരു ഗ്രൂപ്പ്, അതായത് ട്രൈബൽ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിന് അല്ലെങ്കിൽ ട്രൈബൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റീഷ്യൻസ് എന്നുള്ള ലെവലിൽ ജയ്പാൽ സിംഗ് സൈമൺ കമ്മീഷൻ വന്നപ്പോൾ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്, അതായത് ഈ ട്രൈബൽസിന് ചോട്ടാ നാഗ്പൂർ, സന്തൽ പർഗാനയില്, ഒരു സൗത്ത് ബീഹാറില് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റിന്റെ ഡിമാൻഡ് ചോദിച്ചു. അതിന്റെ കൂടെ ഈ ട്രൈബൽ ലീഡേഴ്സിനെ കണ്ടിന്യൂ ചെയ്ത് അവർക്ക് സെപ്പറേറ്റ് ആണ്, ഓട്ടോണമസ് ആയിട്ടുള്ള അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിൽ ഇന്ത്യയിൽ കൊണ്ടുവരണമെന്നും അവർ ചോദിച്ചു. ഇവരുടെ ആ ട്രൈബൽ ഓർഗനൈസേഷൻ ആണ് പിൽക്കാലത്ത് ആദിവാസി മഹാസഭ എന്ന് പറഞ്ഞിട്ട് വരുന്നതും. ജയ്പാൽ സിംഗ് ആണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഈ പാർട്ടിക്കുള്ള ആക്ടിവിറ്റി ഉണ്ടാക്കുകയും ചെയ്തത്. പിന്നെ ജാർഖണ്ഡ് പാർട്ടി ഉണ്ടായി. ജാർഖണ്ഡ് പാർട്ടി വരുന്നത്
1949 അതായത് ഈ ആദിവാസികളെ കൊണ്ടുള്ള പൊളിറ്റിക്സ് സെൻട്രൽ ഇന്ത്യയുടെ സെൻട്രൽ റീജിയനിലാണ് ഇത് വരുന്നത്. ഈ ജാർഖണ്ഡ് പാർട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഫസ്റ്റ് ജനറൽ ഇലക്ഷനില്, ഇന്ത്യയുടെ ഫസ്റ്റ് ഇലക്ഷനില് അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതെങ്ങനെയാ വെച്ചാൽ ട്രൈബൽ പാർട്ടി എന്നുള്ളത് ആ ബാനറിൽ തന്നെയാണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിനുശേഷം അതായത് 2000 ഫോർമേഷൻ പുതിയതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്, അതായത് ജാർഖണ്ഡ്, അതിന് കൊളോണിയൽ പീരീഡിലും അതേമാതിരി തന്നെ നോർത്ത് ഈസ്റ്റിലെ നാഗാസിന്റെ മൊബിലൈസേഷൻ വരുന്നുണ്ട്, പൊളിറ്റിക്കൽ ഓട്ടോണമിയിലും വരുന്നുണ്ട്. ഇനി 1918 അവര് നാഗാസ് ഉണ്ടാക്കിയ ഒരു ക്ലബ്ബ്, ആ നാഗാ ക്ലബിനെ കൺവേർട്ട് ചെയ്ത് നാഷണൽ കൗൺസിൽ ആക്കുന്നു 1946. അതിനുശേഷം അവർ റിട്ടൈൻ ചെയ്ത അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റിയും പൊളിറ്റിക്കൽ ഓട്ടോണമിയും ഇതിനെല്ലാം കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇൻഡിപെൻഡൻസ് ടൈമിന് ശേഷം ഇവര് സൈമൺ കമ്മീഷന് കൊടുക്കുന്ന മെമ്മോറാണ്ടവും അതിനെ ഡിമാൻഡും സെൽഫ് ഡിറ്റർമിനേഷൻ ചെയ്ത് ബ്രിട്ടീഷിന്റെ ആഫ്റ്റർ ബ്രിട്ടീഷ് പോയതിനു ശേഷമാണ് അവർ കുറച്ച് കൂടുതലായിട്ട് ശ്രമിക്കുന്നത്. ഇനി ഇന്ത്യയില് ട്രൈബലിന്റെ മൂവ്മെന്റ്സ്, അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് ടൈമില് ഘൻശ്യാം ഷാ ട്രൈബൽ മൂവ്മെന്റ്സിനെ പറ്റിയും അവരുടെ എൻവയറമെന്റൽ ഐഡന്റിറ്റി, പൊളിറ്റിക്കൽ ഓട്ടോണമി, സെൽഫ് മാനേജ്മെന്റ്, അതേമാതിരി ഡിസ്പ്ലേസ്മെന്റ്, ഇതിനെപ്പറ്റിയൊക്കെ കാര്യമായിട്ട് 3 ഇഷ്യൂസ് ആണ് അവർ ചോദിച്ചിരുന്നത്. അതായത് എക്കോണമി, കൾച്ചറൽ ഐഡന്റിറ്റി ആൻഡ് പൊളിറ്റിക്കൽ ഐഡന്റിറ്റി. ഇതിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള വെയിറ്റ് വരുന്നത് പൊളിറ്റിക്കൽ മൊബിലൈസേഷനിൽ കൂടിയാണ്. അപ്പോ ഈ എല്ലാ ഏരിയയിലും എല്ലായിടത്തും ഈ എക്സ്പ്ലോയിറ്റേഷൻ, നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസിന്റെ എക്സ്പ്ലോയിറ്റേഷനും അതേമാതിരി അവരെ കൾച്ചറൽ ഐഡന്റിറ്റീസിനെ പറ്റിയാണ് അവര് പിന്നെയും ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ മൂവ്മെന്റ്സിൽ അവിടെ ട്രൈബൽ മൂവ്മെന്റ്സ് കൂടുതലാണ്. ഈ കൂടുതലായിട്ട് വരുന്നത് എന്തിനാന്ന് വെച്ചാല് എത്നിക് കോൺഫ്ലിക്റ്റും വയലൻസും വരുന്നുണ്ട്. ട്രൈബൽസിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റും അതേമാതിരി ഈ ഏരിയ മുഴുവനും നാഗാസ് ആണ് കൂടുതൽ താമസിക്കുന്നത്. അതായത് എക്സ്പെഷ്യലി ആയിട്ട് പറയുകയാണെങ്കിൽ നാഗാലാൻഡ്, മിസോറം, അതേമാതിരി ബോഡോ ലാംഗ്വേജ്, അവരുടെ പ്രൊട്ടക്ഷനും ബോഡോ ലാംഗ്വേജിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ടെറിട്ടോറിയൽ ഏരിയ, ബോഡോ ഡോമിനേറ്റഡ് ഏരിയ, പൊളിറ്റിക്കലി ഓട്ടോണമി അവര് കാർബിയില് ചോദിക്കുന്നു. അതിനുശേഷം ഈ കോൺഫ്ലിക്റ്റ്, അതായത് ഡിസ്ട്രിക്റ്റും എത്നിക്കും കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ നാഗാസും കുക്കീസും, മണിപ്പൂരിലുള്ള കുക്കീസും, അതേമാതിരി ട്രൈബൽസും നോൺ ട്രൈബൽസും മേഘാലയയിൽ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് നോർത്ത് ഇന്ത്യനെ കാറ്റഗറൈസ് ചെയ്തെടുക്കുകയാണ്. ഒന്നാമത്തേതായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത് റിലീജിയസ് ആൻഡ് സോഷ്യൽ റീഫോം മൂവ്മെന്റ്സിന്. രണ്ടാമതായിട്ട് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേണം എന്നുള്ള റിക്വസ്റ്റിന്. മൂന്നാമതായിട്ട് പറഞ്ഞ ഇൻസർജന്റ് മൂവ്മെന്റ്സിനെ പറ്റി, അതായത് കൾച്ചറൽ റൈറ്റ്സിനെ പറ്റി നാലാമത്. അപ്പൊ ഇങ്ങനെ ഈ സെൽഫ് ഡിറ്റർമിനേഷൻ നാഗാസിനെ കൊളോണിയൽ പീരീഡ് തൊട്ട് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. നാഗാ നാഷണൽ കൗൺസിൽ 1946 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയാസ്, അതായത് നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ആസാം, ഇവിടെയൊക്കെ ഈ നാഗാ പോപ്പുലേഷൻ ഉണ്ട്. അപ്പൊ അവർക്ക് സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ കാലഘട്ടത്തിൽ NLC ഒരു 9 പോയിന്റ് എഗ്രിമെന്റ് ഗവർണർ ഓഫ് ആസാമായിട്ട് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള ലെവലിൽ അക്ബർ ഐദറി അവിടെ ഒരു സന്ധി സംഭാഷണം ഉണ്ടാവും. അക്കോർഡ് സൈൻ ചെയ്യാണ്. ആ അക്കോർഡിൽ കൂടി 9 പോയിന്റ്സ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് അവർക്ക് അവരുടെ റൈറ്റ്, അവരുടെ അധികാരം, അവരുടെ ഇഷ്ടപ്രകാരം ഡെവലപ്പ് ചെയ്യാനുള്ള അധികാരം. പിന്നത്തെ ഈ പോയിന്റ്സ് വരുന്നത് അവരുടെ കസ്റ്റമറി ലോസ്, ജുഡീഷ്യറിയില് റിലേഷൻഷിപ്പ് കൊണ്ടുവരണം. എക്സിക്യൂട്ടീവ് അതേമാതിരി ലെജിസ്ലേറ്റീവ് ആസ്പെക്ട്സ് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ, അവരെ ട്രൈബൽ ലാൻഡിൽ നിന്ന് ഏലിയേറ്റ് ചെയ്യുന്ന നോൺ നാഗ അവരുടെ കൺസെന്റ് ഇല്ലാണ്ടുള്ള കൗൺസില്. പിന്നെ പറയുന്നത് ഗവർണർ ഓഫ് ആസാം ആണ് റെപ്രസെന്റ് ചെയ്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് പോയതും അതിൽ കൂടി 10 വർഷത്തെ സിഗ്നേച്ചർ ആണ് ഒബ്സർവ് ചെയ്യുന്നത്. ആ 10 വർഷത്തിന് ശേഷം ഈ നാഗാ കൗൺസിലോട് ചോദിക്കണം ഈ സിഗ്നേച്ചർ
പുതിയതായിട്ട് വേണമോ അല്ല ഇത് തന്നെ കൈഡി ചെയ്ത് കൊണ്ടുപോകണമോ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ 1956 ബീസോ റെപ്രസെന്റ് ചെയ്ത സെക്ഷനാണ് നാഗാസിന്റെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസിന് വേണ്ടി ശ്രമിക്കുകയും ഇത് ഇൻസർജൻസിയിൽ എത്തുകയും മിലിറ്റന്റ് നാഗാസ് ആയിട്ട് മാറുകയും 1975 ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു ഷില്ലോങ്ങില്. ആ ഷില്ലോങ്ങില് NNCയും ഗവൺമെന്റുമായിട്ടുള്ള സിഗ്നേച്ചർ ആണ് വരുന്നത്. ആ സിഗ്നേച്ചറിനെയാണ് ഷില്ലോങ് അക്കോർഡ് എന്ന് പറയാ. ഇതിൽ കൂടെ മിലിറ്റന്റ് ആയിട്ടുള്ള നാഗാസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യനെ ആക്സെപ്റ്റ് ചെയ്യും. അതേമാതിരി ഗവൺമെന്റ് റിലീസ് ചെയ്ത നാഗാ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ അവരെ റീഹാബിലിറ്റേഷൻ ചെയ്യാനുള്ള പ്രവൃത്തികളും നടക്കുന്നു. ഇതിൽ ഈ ഷില്ലോങ് അക്കോർഡ് ഒരു ഭാഗത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ 1980 ഡിഫറൻസ്, ഇവരുടെ നാഗാസിന്റെ ഡിഫറൻസും ഷില്ലോങ് അക്കോർഡിന്റെ ഡിഫറൻസും നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ഫോം ചെയ്ത് അത് 1980 നക്കുൽ നാഗ, അതേമാതിരി മുനിവ, ഇസ്കാവു ഇവരൊക്കെ ഡിമാൻഡ് ചെയ്തത് സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം നാഗാലാൻഡിന്, അല്ലെങ്കിൽ നാഗലം അല്ലെങ്കിൽ ഗ്രേറ്റർ നാഗാലാൻഡ്, ഇതിനെ ഫോർമേഷൻ ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ ഡിമാൻഡ്. ആന്ധ്രാപ്രദേശ്, അതേമാതിരി മണിപ്പൂർ, നാഗാലാൻഡ്. ഇന്ത്യ 1988 NCCN എന്നുള്ള ഈ ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്യാണ്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. NCCN IM, NCCN കപ്ലാങ്. ഇത് രണ്ടും ഡിഫറൻസസ് ക്രിയേഷൻ ചെയ്തത് നാഗാലിംഗം ഓർ ഗ്രേറ്റർ നാഗാലാൻഡ് എന്നുള്ള ഗ്രൂപ്പിൽ കൂടെ ഡയലോഗ് സംസാരിക്കുകയും ഈ ക്വസ്റ്റ്യനെ പറ്റി, അതായത് ഫോർമേഷനെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു. ഇനി 1980 ബോഡോസ്, ഗൊർജാർ, ബാർസറ, ചിറങ്, കബിറാർ ഏരിയയിലുള്ള ബോഡോസ്, അവരും ഹില്ലി ഏരിയാസ് ആണ് ആസാമില്. ഇവര് ഇൻഡിജിനസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ കൂടിയും അവർക്ക് കൾച്ചറൽ ഐഡന്റിറ്റീസിലും പൊളിറ്റിക്കൽ ഓട്ടോണമിയും വേണമെന്നുള്ള ഒരു ഡിമാൻഡ് വരികയാണ്. ഈ ബോഡോസിന്റെ മൊബിലൈസേഷൻ ഒരു കൾച്ചറൽ പൊളിറ്റിക്കൽ ഓട്ടോണമിയില് അവസാന കാലം, അതായത് 1980 ലാസ്റ്റ് ഭാഗത്തിൽ വരികയും ഇവിടെ ASU ലെഡായ ആന്റി ഫോറിനേഴ്സ് മൂവ്മെന്റ് ഓവറാണ്. അവിടെ ഈ ആസാമിലുള്ള ആൾക്കാര് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ, അതായത് ലീഡർഷിപ്പിന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്തവര്. ഇതേമാതിരി തന്നെ ബോഡോസ് ഐഡന്റിറ്റി, ബോഡോസ് വ്യത്യാസമുണ്ട് ആസാമിസുകാരുടെ. അപ്പൊ ഇവര് ഡിമാൻഡ് ചെയ്യുന്നത് ഹോംലാൻഡ്, ബോഡോലാൻഡ് എന്നുള്ള ഒരു ഹോംലാൻഡാണ്. ആ ബോഡോലാൻഡിൽ വരുമ്പോ ഓൾ ഇന്ത്യ ബോഡോ സ്റ്റുഡൻസ് യൂണിയൻ ആണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. 92 പോയിന്റ് ചാർട്ടർ ഡിമാൻഡ് ഗവൺമെന്റ്. ഈ ഡിമാൻഡിൽ കൂടെ ഇവര് ഉദ്ദേശിക്കുന്നത് ബോഡോ ലാംഗ്വേജും കൾച്ചറിനെയും റെക്കഗ്നേഷൻ കൊടുക്കണം, പ്രൊവൈഡിങ് അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതായത് എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. മാത്രമല്ല ബോഡോസിന്റെ ഡിമാൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പൊളിറ്റിക്കൽ ഓട്ടോണമി ആ സ്ഥലത്തിന് അവർ സൈൻ ചെയ്യണം. ആ സിഗ്നേച്ചർ വന്നത് അക്കോർഡില് 1993, 2003, 2020. ഇതിൽ കൂടെ അവര് കാബ്രി ട്രൈബ്സ് കാർബിയിൽ വന്നു, ആസാം എക്സ്പ്രസ് ചെയ്തു അവരുടെ കൺസേൺ ഓട്ടോണമി വേണമെന്നുള്ളതും. അതേമാതിരി വോക്കൽ ഡിമാൻഡും ആസാമിന്റെ ഓട്ടോണമസ് കൗൺസിലിൽ കൂടെ വരുന്നുണ്ട്. ഇനി ട്രൈബൽ മൂവ്മെന്റ്സ്, അതായത് ഈ ആദിവാസി മൂവ്മെന്റ്സ് ബാക്കിയുള്ള റീജിയനിൽ നോർത്തേൺ ഈസ്റ്റ് ഇന്ത്യയിൽ കൂടെ നമുക്ക് പരാമർശിച്ചു പോകാം. അതിൽ എന്താന്ന് വെച്ചാൽ ഇവരുടെ ഈ മൊബിലൈസേഷനിലെ ട്രൈബൽ വേ ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ പ്രോബ്ലം കൾച്ചറൽ പ്രാക്ടീസ്, സോഷ്യൽ എക്കണോമി ആൻഡ് മോഡേണൈസേഷൻ. ഈ മോഡേണൈസേഷൻ വരുമ്പോൾ ഡിസ്റപ്റ്റ് ചെയ്യുന്ന അവരുടെ ജീവിതം, അവരുടെ ഡിഫറെന്റ് റീജിയൻസ്, ഇവരെയൊക്കെ മൊബിലൈസ് ചെയ്ത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ ഈ ഏരിയയിലേക്ക് കൊണ്ടുവരാനാണ് അവര് ഉദ്ദേശിക്കുന്നത്. അത് ഇതിനെ ഫെഡറൽ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരിക. ഈ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറും റീജിയൻസ് ഇൻഹാബിറ്റ് ചെയ്തിട്ടുള്ളതും അത് ബാക്ക്വേർഡ് ആയിട്ട് കിടക്കുന്നു, അവരുടെ നാച്ചുറൽ റിസോഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അതിനെ ഡെവലപ്ഡ് റീജിയൻ ആയിട്ടും ക്ലാസ് ആയിട്ട് മാറ്റണം. ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ റീജിയണൽ ബാക്ക്വേർഡ്നെസ്, റീജിയണൽ ആയിട്ടുള്ള പുതിയ സ്റ്റേറ്റ്സ് ഉണ്ടാക്കുകയും അതിൽ കൂടെ പുതിയ യൂണിറ്റ് സ്റ്റേറ്റ്സ് ജാർഖണ്ഡും ഛത്തീസ്ഗഡും ക്രിയേറ്റ് ചെയ്തത്
2000-ലാണ് വർഷത്തിൽ. അത് ഫോളോ ചെയ്ത് വന്നത് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ കാരണവും ട്രൈബലിന്റെ ഡിസ്റ്റർബൻസ് കാരണം. അതിനുശേഷം 30 വർഷത്തിന് ശേഷം പിന്നെയും ഈ ജാർഖണ്ഡ് 2000-ൽ ഫോർമുലൈസ് ചെയ്തു, ഓട്ടോണമി, റീജിയണൽ ഓട്ടോണമി കിട്ടി, പ്രൊട്ടക്ഷൻ, അവരുടെ നാച്ചുറൽ റിസോഴ്സസ്, അവിടെയുള്ള ജാർഖണ്ഡിലുള്ള റിസോഴ്സസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളത് ജാർഖണ്ഡ് മുക്തി മോർച്ച, ആ JMM അതും ഫൗണ്ട് ചെയ്തു. ബംഗാളിയുടെ മാർക്സിസ്റ്റ് ട്രേഡ് യൂണിയൻ ആണത്. അതേമാതിരി തന്നെ സന്താൽ ലീഡർ സിബൂൺ സോറൻ, അതേമാതിരി ഈ സിബൂൺ സോറനും കുർമി മഹത്തോ ലീഡറും കൂടെ വിനോദ് ബിഹാരി മഹത്തോ, ഇവർ ക്രിയേറ്റ് ചെയ്ത ജാർഖണ്ഡ് സ്റ്റേറ്റിന്റെ റിസൾട്ട് ബാക്ക്വേർഡ്നെസ്, റീജിയൻ വൈസ് ഉള്ള ബാക്ക്വേർഡ്നെസ്. ഇനി ഛത്തീസ്ഗറിലും ചന്ദ്രാഗുഹയിലും നിയോഗി പുതിയതായിട്ട് ഉണ്ടാക്കിയ ഛത്തീസ്ഗഡ് മുക്തി മോർച്ച 1978-ൽ. അതിനുശേഷം ഇതിന്റെ ബാനറിൽ നിയോഗി മൊബിലൈസ് ചെയ്തു ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഛത്തീസ്ഗഡ് റീജിയൻ. ഈ മൂവ്മെന്റ് ലീഡ് ചെയ്ത് വന്നത് ഛത്തീസ്ഗഡ് മുക്തി മോർച്ചയാണ്. ഈ ട്രൈബൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ നോൺ ട്രൈബൽസും ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടെ മധ്യപ്രദേശിൽ ഗോണ്ടാസ, ബില്ലാസ ട്രൈബ്സ് ഒക്കെ എജിറ്റേഷൻ ആവുകയും അവരെ നെഗ്ലക്ട് ചെയ്തു എന്നുള്ള റീജിയൻ, ബാക്ക്വേർഡ് പോവർട്ടി, ഹങ്കർ, വിശപ്പ്, അൺഎംപ്ലോയ്മെന്റ് വന്നു. ഇതിനൊക്കെ കാരണം ഒറീസയുടെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അവരുടെ ജീവിത രീതികൾ മാറിപ്പോയി എന്നുള്ള ആ പ്രശ്നത്തിൽ കൂടിയാണ് വന്നുകൊണ്ടിരുന്നത്. ഇനി അതേമാതിരി നമ്മൾ ബാക്കി കാണുന്നത് ബാക്കിയുള്ള റീജിയനിൽ, ഇന്ത്യയുടെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സും ഫോറസ്റ്റിനെയൊക്കെ മാറ്റുകയും, അതേമാതിരി നേമഗിരി ഡിസ്ട്രിക്ട് ഒഡീഷയില് കൊറിയൻ മൾട്ടിനാഷണൽ കമ്പനി വന്നിട്ട് പോസ്കോ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഒരു എക്സാമ്പിൾ. ഇനി ബാക്കിയുള്ള ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള റീജിയൻസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ പ്രൊട്ടക്ഷൻ ഓഫ് ട്രൈബൽ ഐഡന്റിറ്റിയും കസ്റ്റംസിനെ പറ്റിയും, അതേമാതിരി തന്നെ അവരുടെ ഡെവലപ്മെന്റ് ഐഡന്റിറ്റി, അതേമാതിരി ട്രൈബൽ പൊളിറ്റിക്സ്, വിധത്തിൽ ഇവരെ എങ്ങനെയാണ് പൊളിറ്റിക്സിൽ വരിക, റീജിയൻസിൽ വരിക എന്നുള്ളത്. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയുടെയും ലാർജർ പൊളിറ്റിക്കൽ ഇഷ്യൂ വന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ കൂടിയാണ്. ഈ ഡെവലപ്മെന്റിൽ കൂടുതലായിട്ടുള്ള സ്റ്റേറ്റ്സും ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് എടുത്തു വരുന്നത്. മിസോറം, നാഗാലാൻഡ് 2 ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ആണ് HDIയില്. ഇതേമാതിരി തന്നെ നാഗാലാൻഡ്, ത്രിപുര, മേഘാലയ ഒക്കെ മീഡിയം ലെവൽ ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്മെന്റ് ആക്കി എടുത്തു. ലാർജസ്റ്റ് സ്റ്റേറ്റ് വിത്ത് ട്രൈബൽ പോപ്പുലേഷൻ വരുന്ന മധ്യപ്രദേശ്, ഒറീസ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഇതിന് പുവർ ആയിട്ടുള്ള, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഇമ്പോർട്ടൻസ്, മനുഷ്യരുടെ ഗ്രോത്ത്. അപ്പൊ അങ്ങനെ വന്ന് പുതിയ ലെജിസ്ലേഷൻ കൊണ്ടുവരികയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 2006-ൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അക്നോളജ് ചെയ്തു. അവരുടെ ട്രഡീഷണൽ റൈറ്റ്സും ട്രൈബൽ കമ്മ്യൂണിറ്റി അവരുടെ റിസോഴ്സസും പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ അവര് അക്സെപ്റ്റ് ചെയ്ത് ഗ്രാമസഭ ഈ പല വിധത്തിലുള്ള വില്ലേജുകളിലും അല്ലെങ്കിൽ ഗ്രാമത്തിലും ഉണ്ടാക്കി. 96-ൽ പാർലമെന്റ് ഇന്ത്യ ഒരു ലോസ്, അതായത് പഞ്ചായത്തിനെ എക്സ്റ്റെൻഡഡ് ഷെഡ്യൂൾഡ് ആക്ട് എന്നിൽ കൊണ്ടുവന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യാനും ചെറിയ വ്യത്യാസങ്ങളോടുകൂടി അവരുടെ ഏരിയാസിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഗവൺമെന്റ് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്ത് അതിന്റെ പ്രോബ്ലംസിനെ ഈ ചാപ്റ്ററോടുകൂടി അങ്ങനെ തീരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 15ാമത്തെ ചാപ്റ്റർ എന്ന് വരുമ്പോൾ ഇവിടെ വരുന്നത് പുതിയതായിട്ടുള്ള സോഷ്യൽ പ്രോബ്ലംസ് ആണ്, പുതിയതായിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ്സ് ഫോർമേഷൻ ആണ്. ഈ സോഷ്യൽ ഗ്രൂപ്പ്സ്, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ് ട്രൈങ് ലെവൽ ബെസ്റ്റ് ടു സോൾവ് ദ പ്രോബ്ലംസ്. അപ്പൊ ഇത് പുതിയ പ്രോബ്ലംസ് ആയിട്ടാണ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ എന്താന്ന് വെച്ചാൽ ഇവിടെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ പുതിയ ഗ്രൂപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കണോമിക് സോഷ്യൽ ചേഞ്ചസും ഉണ്ട്, അതേമാതിരി തന്നെ എൻവയറമെന്റൽ ആൻഡ് ഇക്കോളജിക്കൽ ഗ്രൂപ്പ്. അതുകൂടാണ്ട് നമ്മൾ പൊളിറ്റിക്കലി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കാസ്റ്റ്, റീജിയൻ അതല്ല, അതിനെക്കാട്ടിൽ കൂടുതൽ ഒരു ഫിഷർമാൻ ഗ്രൂപ്പ്, അതേമാതിരി ഈ ലെസ്ബിയൻ, LGBTQ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, അതായത് മൂന്നാമത്തെ ജെൻഡറിന്റെ ആ പ്രോബ്ലംസും ഇന്ത്യയിൽ കാണുന്നുണ്ട്.
അതേമാതിരി തന്നെ ഇതിനെ സോഷ്യലായിട്ട് കളക്റ്റീവ് ആക്ഷനിൽ കൂടിയാണ് NGO ആക്ടിവിറ്റീസ് ഈ ഫോർമർലി മെമ്പേഴ്സ് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ല, അതായത് നമ്മൾ പറയില്ലേ അതർ ജെൻഡർ, തേർഡ് ജെൻഡർ, അതിനെ പറ്റിയും അതിന് തേർഡ് ജെൻഡർ എന്നുള്ള ആണല്ല പെണ്ണല്ല തേർഡ് ജെൻഡർ, അപ്പൊ അതിനെ പറ്റിയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കാര്യമായിട്ട് എടുത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ചാപ്റ്ററിൽ എടുത്തു പറയാൻ പോകുന്നത് അതായത് മീനവ ഗ്രൂപ്പ്, ഫിഷർമാൻ ഫോക്സ് എന്ന് പറയും, മീനവ ഗ്രൂപ്പും അവരുടെ പ്രോബ്ലംസും അവരുടെ ഇക്കണോമിക്കലി, അത് നമ്മൾ ഇന്ത്യയുടെ 2018 നടന്ന ഫിഷിംഗ് നമ്മളുടെ കേരളത്തിൽ നടന്ന പ്രശ്നത്തിൽ നമ്മൾ അത് കണ്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഗവൺമെന്റ് തുറമുഖം, അതായത് വിഴിഞ്ഞം തുറമുഖം തുറക്കുമെന്ന സമയത്ത് ഇനോഗ്രേഷൻ ടൈമിലും ചീഫ് മിനിസ്റ്റർ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ടായിരുന്നു. ഫിഷിംഗ് ആൻഡ് ഫിഷറി എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഈ ഫിഷറീസ് എന്ന് പറയുമ്പോൾ മീൻ പിടിക്കുക, മീൻ വിൽക്കുക, പ്രോസസ് ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക ഫിഷിനെ വർഷങ്ങളായിട്ട്. അതിനെ ആ കോസ്റ്റൽ റീജിയൻ, സൗത്ത് ഇന്ത്യയുടെ കോസ്റ്റൽ റീജിയനിൽ താമസിക്കുന്നവര് നോൺ വെജിറ്റേറിയൻ പോപ്പുലേഷൻസ് ആണ് കൂടുതൽ. അപ്പോൾ ഇവർക്കുള്ള പ്രശ്നങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട്, ഒഡീഷയിൽ. അതായത് നമ്മൾക്ക് ഇന്ത്യയുടെ ലോങ് സ്ട്രെച്ച് ഓഫ് കോസ്റ്റൽ റീജിയൻ ഉണ്ട്. വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ഗോവ ഉണ്ട്, ആൻഡമാൻ നിക്കോബാർ ഉണ്ട്, പോണ്ടിച്ചേരി ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്. ഇത് മുഴുവനും നമ്മളുടെ കോസ്റ്റൽ റീജിയൻ ആണ്, ലോങ്സ്റ്റ് കോസ്റ്റൽ റീജിയൻ ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പിന്, ഫിഷർമാൻ ഗ്രൂപ്പിന് വേണ്ട വിധത്തിൽ ഉള്ള പ്രൊട്ടക്ഷൻ, അതേമാതിരി അവർക്ക് ഇൻവോൾവ്മെന്റ്, ഫിഷറീസിൽ ഇൻവോൾവ്മെന്റ്, പോണ്ട്, കുളം, ബിഗ് ടാങ്ക്, അതേമാതിരി എല്ലാം അവരുടെ കൾച്ചറൽ ഗ്രൂപ്പിലും 3 മേജർ ഗ്രൂപ്പാണ് വരുന്നത്. 3 മേജർ ഗ്രൂപ്പ് വരുമ്പോൾ ഹിന്ദു വരുന്നുണ്ട്, ഇസ്ലാം വരുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റി വരുന്നുണ്ട്. ഇത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കാസ്റ്റുകളാണ്. ഇതിൽ തന്നെ ഓണർഷിപ്പ്, അതായത് കപ്പലുകളുടെ അല്ലെങ്കിൽ വള്ളത്തിന്റെ ഓണർഷിപ്പ് ഉള്ളവര്, പിന്നെ വള്ളത്തിൽ വർക്ക് ചെയ്യുന്നവര്, ലേബർ ബേസിസ്, അതായത് നമ്മൾ പറയുമ്പോൾ 3 കാറ്റഗറി ആയിട്ടാണ് ഇവരെ ഫിഷർമാൻ ഗ്രൂപ്പിനെ നമ്മൾ മാറ്റുന്നത്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഒരു വള്ളമുള്ള ഗ്രൂപ്പും അതിന്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെ അതിൽ വർക്ക് ചെയ്യുന്നു, കടലിൽ പോകുന്നു, മീൻ പിടിക്കുന്നു, അച്ഛനും മക്കളും എല്ലാവരും കൂടെ, അതൊരു ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ അവർക്ക് വള്ളം ഉണ്ടാകും, പക്ഷെ അവര് വേറെ ആൾക്കാരെ വെച്ചിട്ടാണ് മീൻ പിടിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് വള്ളവുമില്ല, പക്ഷെ അവര് ബാക്കിയുള്ളവരെ വർക്കിൽ ചെയ്യുന്നവരാണ്. അപ്പൊ ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ഫിഷർമാൻ ഗ്രൂപ്പിനെ നമ്മൾ വളരെ കാര്യമായിട്ട്, അത് പ്രത്യേകിച്ച് ഈ കോസ്റ്റൽ റീജിയനിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ട്രഡീഷണലി ഇവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫും വളരെ പുവറായിരിക്കും. അതേമാതിരി തന്നെ എംപ്ലോയ്മെന്റ്, ഈ വലിയ വലിയ ബോട്ടുകൾ വരിക, അതേമാതിരി ബെറ്റർ ക്വാളിറ്റി വേണം, മോഡേൺ വെസൽസ് വേണം, അതേമാതിരി ട്രോളേഴ്സ് വന്നിട്ട് അവരുടെ ബിഗ് ബോട്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുക, കപ്പൽ ചാലയിൽ ഇവർ കയറുമ്പോൾ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. കപ്പല് അല്ലെങ്കിൽ വെള്ളത്തിൽ കടലിലേക്ക് പോകുന്നവരാണ്. അപ്പൊ അവർക്ക് അവരുടെ ആവശ്യത്തിന് അവർ മണി ലെൻഡേഴ്സിന്റെ അടുത്ത് നിന്ന് കടം മേടിക്കും. ഈ മണി ലെൻഡേഴ്സിന്റെ അടുത്ത് നിന്ന് കടം മേടിക്കുമ്പോഴത്തേക്കും ഏത് നിമിഷവും എന്തും നടക്കാവുന്ന കാര്യങ്ങളാണ്. അതേമാതിരി വെതർ എപ്പോഴായിരിക്കും അവരുടെ കടലിന്റെ സ്വഭാവം മാറുകയെന്ന് അറിയാൻ പറ്റില്ല. അതേമാതിരി ഹാർബറിൽ കിട്ടുന്ന ചെറിയ ചെറിയ ജോലികൾ. അപ്പൊ ഇവരുടെ ജീവിതം എപ്പോഴും ഭയത്തിലാണ് അവർ ജീവിക്കുന്നത്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുന്നുണ്ട്, അതേമാതിരി ഫ്ലഡ്, ടൈഫോൺ, സുനാമി, ഇങ്ങനെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ ഈ ഫിഷർമാൻ ഗ്രൂപ്പിന് ഭയങ്കരമായിട്ടുള്ള ആപത്തുണ്ടാവും. അവർ താമസിക്കുന്നതും കടൽ തീരത്തായതുകൊണ്ടും അവരുടെ ജീവിതം മുഴുവനും കടലിനെ ബേസ് ആയതുകൊണ്ടും അവർക്ക് ജീവിതത്തിൽ ഒരു സെക്യൂരിറ്റി ഇല്ല. ഇതേമാതിരി നമുക്കൊരു സൂപ്പർ സൈക്ലോൺ വന്നു ഒറീസയിൽ 1999. അതും സൈക്ലോൺ വന്നാലും എഫക്റ്റ് ആവും, സുനാമി വന്നാലും എഫക്റ്റ് ആവും, മഴ കൂടിയിട്ട് വെള്ളം കയറിയാലും എഫക്റ്റ് ആവും. ഡിസംബർ 26 ഭയങ്കരമായിട്ടുള്ള സുനാമി വന്നു. അതായത് സൗത്ത് ഏഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും മെഡ്രാസ് മറൈൻ ഡ്രൈവിൽ തന്നെ നിന്നിരുന്ന ആ ഏരിയ, മെഡ്രാസ് ഏരിയ മുഴുവൻ അങ്ങ്
വെള്ളം അടിച്ചുകൊണ്ട് പോയി സുനാമിന്റെ കാരണത്തിൽ. അപ്പോൾ ഇതിൽ ഇവരുടെ കൂടുതലായിട്ട് ഇവർ ചോദിക്കുന്നത് മെക്കനൈസേഷനെ പറ്റിയാണ്. മെക്കനൈസേഷനും അതായത് മിഷനറി, ഈ തുഴ വെള്ളമല്ല. ട്രഡീഷണലി അവർ ചെറിയ ചെറിയ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ വള്ളത്തിൽ പോയിക്കൊണ്ടിരുന്നു. അതിന്റെ കൂടെ അൺപവേർഡ് ക്രാഫ്റ്റിൽ കൂടിയാണ് അവർ ഷാലോ വാട്ടറിൽ വെള്ളം മീൻ പിടിച്ചോണ്ടിരുന്നത്. ഈ മെക്കനൈസേഷൻ വരുമ്പോൾ ഇന്ത്യയില് ഈ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് 1953 വന്നു. ഈ പ്രോജക്റ്റിൽ മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഫിഷിംഗ് എക്യുപ്മെന്റ്സ് അതിനെ കൊണ്ടുവരികയും ഇൻക്രിമിനേറ്റ് ആയിട്ട് അത് ഫിഷ് മേടിക്കാനായിട്ട് കൊണ്ടുവരുന്നു. ഇതിന്റെ എയിം എന്താന്ന് വെച്ചാല് മീൻപിടുത്തം കൂടുതലാക്കുക, അതും എന്താണ് ഷ്രിമ്പ് എന്ന് പറയുന്നതിന്റെ പ്രൊഡക്ഷൻ അത് കൂടാണ്ട് ഇൻക്രീസ് ചെയ്യുക ഷ്രിമ്പിന്റെ, അല്ലെങ്കിൽ കൊഞ്ച് എന്ന് പറയാം. അതിന് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ജപ്പാനിലേക്കും USA കയറ്റി അയക്കാനുള്ള ഇന്റൻസിഫൈങ് ഫിഷിംഗ് ആണ്. അതിന്റെ യൂസ് ബോട്ടം ട്രാവലേഴ്സ് ആണ്. ഇതിൽ കൂടെ വരുമ്പോൾ ഈ കോസ്റ്റൽ ഫിഷിംഗ് ബെൽറ്റില് റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള നോൺ ഫിഷർമാൻ ആണ്. അപ്പോ ട്രഡീഷണൽ ഫിഷർമാന് അവർക്ക് ഇതിനെ പറ്റിയുള്ള മെഷീനറീസ് മേടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിഷിംഗ് ചെയ്യാനോ ഉള്ള സാഹചര്യമില്ല. അങ്ങനെ സാഹചര്യം ഇല്ലാണ്ട് വരുമ്പോൾ അവരുടെ ജീവിത പ്രാരബ്ധം കൂടുതലാണ്. ഇവർക്ക് പ്രൈവറ്റ് ഗവൺമെന്റ് ആക്റ്റീവ് സപ്പോർട്ട് പ്രൈവറ്റിന് കൊടുത്തു, പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള ക്രെഡിറ്റ് സ്കീം കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇവരുടെ ബെനിഫിറ്റ് കിട്ടുന്നത് മുഴുവനും റിച്ച് ആയിട്ടുള്ള ഫിഷർമാൻ ഗ്രൂപ്പിനാണ്. അതേമാതിരി പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള എന്റർപ്രനേഴ്സ്, അതേമാതിരി നോൺ ഫിഷർമെൻ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ടെക്നോളജിക്കലി അതേമാതിരി ഇക്കോളജിക്കലി ഇതിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതാണ് ഈ ഫിഷർമാന്റെ ഗ്രൂപ്പിന്റെ പ്രശ്നം. ഇനി ഇവരെ പൊളിറ്റിക്കലി എങ്ങനെയാണ് ഇവരെ യൂട്ടിലൈസ് ചെയ്യുന്ന വരുമ്പോ ഈ സ്റ്റേറ്റില്, ഈ ഫിഷർമാൻ ഗ്രൂപ്പിന്റെ സ്റ്റേറ്റില് എടുത്തു പറയാനുള്ളത് കേരളത്തിനെ പറ്റിയാണ്. കേരളത്തിന്റെ ഇന്ത്യയില് 1960-ലും 70-ലും അതേമാതിരി യൂണിയൻ ഫോം ചെയ്തു. ഏർലിയസ്റ്റ് യൂണിയൻ വരുന്നത് 63-ൽ കൊയിലൂണിലാണ്. അതേമാതിരി 1980-ൽ യൂണിയൻസ് ഫോർമേഷൻ വരുന്നുണ്ട് ആലപ്പി, കൊച്ചിൻ, ട്രിവാൻഡ്രം, മലബാർ ഡിസ്ട്രിക്ട് ഏരിയയില്. ഈ കേരള ലിങ്കേജ് വെച്ച് റോമൻ കാത്തലിക് ചർച്ചും ലീഡർഷിപ്പും എല്ലാം ഉപയോഗിച്ചിട്ട് 80-കളിലും 90-ലും ഓർഗനൈസേഷൻസിന് ഈ ഫിഷർമാൻ ഗ്രൂപ്പിനെ മൂവ്മെന്റ് ആക്കി. ഇവര് അതായത് കോസ്റ്റൽ റീജിയനായ തമിഴ്നാടു, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ ഇവരെയൊക്കെ അസേർട്ടീവ് ആക്കുകയും ആർട്ടിക്കുലേറ്റ് ആക്കുകയും ഇവരെ മൊബിലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൂട്ടിയണക്കി ഡിമാൻഡ് ചെയ്ത് പാർട്ടിസിപ്പേഷനിലും അതേമാതിരി പ്രൊട്ടക്ഷൻ കോമ്പറ്റീഷനിലും മെക്കനൈസ്ഡ് ബോട്ടിന്റെ കൂടെ ഇങ്ങനെ വന്ന് ഒപ്പോസിഷൻ, ഈ ട്രാവലേഴ്സ് വരാവുന്നതിന് ഒപ്പോസിഷൻ ചെയ്യുക. റിസോഴ്സ് അലൊക്കേഷൻ, ഫിഷറീസ് എത്രത്തോളം ഗവൺമെന്റ് അലൊക്കേറ്റ് ചെയ്യുന്നു, പ്രൊവൈഡിങ് കാട്രാമൻ, ബോട്ട്, ലോണ്, റീഹാബിലിറ്റേഷൻ, എൻഡിങ് എക്സ്പ്ലോയിറ്റേഷൻ ഏജൻസ്, ട്രേഡേഴ്സ്, മണി ലെൻഡേഴ്സ്. അങ്ങനെയാണ് ഇവരുടെ ഈ പ്രോഗ്രാംസ് കൊണ്ടുപോകുന്നത്. ഈ മൊബിലൈസേഷന് എഫേർട്ട് എടുത്ത് പല ലീഡർഷിപ്പുകളും ഉണ്ടായിട്ടുണ്ട്, പല ഓർഗനൈസേഷനും വന്നിട്ടുണ്ട്. 77-ൽ പല വിധത്തിലുള്ള കേരള ലത്തീൻ കാത്തോലിക്ക സഭ, അതാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയൻ ഈ വിഴിഞ്ഞം പോർട്ട് തുറക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, അവര് വലിയ പോർട്ടായിട്ട് വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെ പറ്റി പരാമർശിച്ചിരുന്നു. നിങ്ങൾക്കത് നേരത്തെ നോക്കാവുന്നതാണ്. പിന്നത്തെ കാര്യം എന്ന് വെച്ചാല് നമ്മള് അടുത്തതായിട്ട് നോക്കിയിട്ടുള്ള എക്കോളജിക്കൽ ആൻഡ് എൻവയറമെന്റൽ ഗ്രൂപ്പിലാണ്. എൻവയറമെന്റൽ ഗ്രൂപ്പിൽ കൂടെ ഈ പ്രിൻസിപ്പൽ ഇഷ്യൂസ് ആണ്. എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. പ്രിവെൻഷൻ ഓഫ് ലാൻഡ് ഡിഗ്രഡേഷൻ, അതേമാതിരി കമേഴ്സ്യലൈസേഷൻ ഓഫ് ലാൻഡ്, എൻവയറമെന്റൽ പൊല്യൂഷൻ, മെയിൻ്റെനൻസ് ഓഫ് ഇക്കോളജിക്കൽ ബാലൻസസ്, റീഹാബിലിറ്റേഷൻ, ഇതൊക്കെ പറ്റിയും നമ്മൾ പരാമർശിച്ച് പോവാണ്. അപ്പോൾ 1970-80-ലും ഈ ഇന്ത്യയിലെ പല വിധത്തിലുള്ള ഫോറസ്റ്റ്, വാട്ടർ റൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതിൽ ഈ എൻവയറമെന്റൽ പ്രോബ്ലംസിനെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഡാംസ്, ഇഷ്യൂസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, റീഹാബിലിറ്റേഷൻ. ഈ ഡാംസിന്റെ റിപ്ലേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, പല വിധത്തിൽ നമ്മൾ
അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എടുത്തു പറയാൻ പോകുന്നത്. ചിപ്കോ മൂവ്മെന്റ്, നർമ്മദ മൂവ്മെന്റ്, ആന്റി പൊല്യൂഷൻ മൂവ്മെന്റ്, ഇതൊക്കെ ഡൽഹിയിൽ നടന്നു. ചിപ്കോ മൂവ്മെന്റ് 1970 ഉത്തരാഖണ്ഡിൽ. അവിടെ മോഡേൺ എൻവയറമെന്റലിസവും എൻവയറമെന്റൽ മൂവ്മെന്റ്സ് ആണ് ഒറിജിൻ ഓഫ് ചിപ്കോ മൂവ്മെന്റിൽ. അവർ ചെടീനെ മരത്തിനെ മുറിക്കാണ്ടിരിക്കാൻ കെട്ടി അതിന് വട്ടം ചുറ്റി നിന്നുകൊണ്ടുള്ള ഫോറസ്റ്റിനെ ആക്കാൻ പാടില്ല, ഫോറസ്റ്റ് ഡീഫോറസ്റ്റേഷൻ പാടില്ല എന്നുള്ള ആ പ്രോബ്ലംസും അതിനെ പ്രൈവറ്റ് കമ്പനികൾ സിറ്റ്മെന്റ്സിന്റെ കമ്പനീന്റെ ആണ് വന്നത്. ഈ എവിഡൻസസ്, അതായത് ഇതൊക്കെ ഡിവൈഡ് ചെയ്ത് വരുന്നത് ഫൈറ്റ് അഗെയിൻസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പല വിധത്തിലുള്ള ടിമ്പർ ട്രക്സും ബേണിംഗ് റെസിൻസും അതേമാതിരി പ്രൊട്ടസ്റ്റ് ഫൗണ്ട് ഉണ്ടാക്കി ചന്ദി പ്രസാദ് ഭട്ട് ലീഡേഴ്സ് ഇവരൊക്കെ അങ്ങനെയാണ് ആ ചിപ്കോ മൂവ്മെന്റ് ഉണ്ടായത്. ഈ ചിപ്കോ മൂവ്മെന്റിൽ കൂടെ ഇന്റർനാഷണലി അത് ഫേമസ് ആയി. പ്രിൻസിപ്പൽ ഡിമാൻഡ്സ് എന്തായിരുന്നു വെച്ചാൽ അവർ പറയുന്നത് കംപ്ലീറ്റ് സ്റ്റോപ്പേജ്, മരം മുറിക്കാൻ പാടില്ല, ഏതിന്, കമേഴ്സ്യൽ പർപ്പസിന്. അതേമാതിരി ട്രഡീഷണൽ റൈറ്റ്സ്, അവരുടെ ട്രഡീഷണൽ റൈറ്റ്സ്, മിനിമം നീഡ്സ്, ആൾക്കാരുടെ മിനിമം നീഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. വില്ലേജ് കമ്മിറ്റി മാനേജ് ചെയ്യാൻ, ഫോറസ്റ്റിലുള്ള മരങ്ങൾ മാനേജ് ചെയ്യാനുള്ള കമ്മിറ്റി ഉണ്ടാക്കണം. ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോം ബേസ്ഡ് ഇൻഡസ്ട്രീസിനെ നോക്കണം. മേക്കിംഗ് എത്രത്തോളം അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ളത്, മണി മേക്കിംഗ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അഫോറസ്റ്റൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതേമാതിരി തന്നെ ഫോറസ്റ്റിന്റെ ചിപ്കോ മൂവ്മെന്റിന്റെ ഇവിടെ സ്ത്രീകളുടെ പ്രാധാന്യം കാണിക്കുന്നുണ്ട് അവര്. അതേമാതിരി അതിന്റെ ഒപ്പം തന്നെ ആന്റി ആൽക്കഹോൾ മൂവ്മെന്റും കൊണ്ടുവരുന്നുണ്ട് ചിപ്കോ മൂവ്മെന്റ് തന്നെ കൂടെ തന്നെ. ആ സിംപ്ലിസിറ്റി സിൻസിയറിറ്റിനെ പറ്റിയുമാണ് സുന്ദർലാൽ ബഹുണ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ റിവറിൽ നമ്മൾ ഡാം കെട്ടാൻ പോകുമ്പോൾ 3 സ്റ്റേറ്റ്സ് ആണ് അതിൽ വെസ്റ്റ് ഇന്ത്യയിൽ വരുന്നത്, ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഈ എൻവയറമെന്റ് പ്രോബ്ലത്തിന് അവിടെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരും, ഇന്റൻസിഫൈങ് ആയിട്ടുള്ള ഒരു വലിയൊരു പ്രോജക്റ്റ്. അതായത് നർമ്മദ എന്ന് പറയുന്ന റിവറിനെ ബച്ചാവോ എന്ന് വെച്ചാൽ ഹിന്ദിയിലാണ് രക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ ആ നർമ്മദ വാലി പ്രോജക്റ്റ് കൂടെ 2 മെഗാ പ്രോജക്ട്സ് ആണ് അവർ കൊണ്ടുവരുന്നത്. സർദാർ സരോവർ പ്രോജക്റ്റും നർമ്മദ സാഗർ പ്രോജക്റ്റും മധ്യപ്രദേശില്. ഇതിന്റെ ലേറ്റസ്റ്റ് ആയ സിംഗിൾ റിവർ വാലിയും അതിന് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള വേൾഡിന്റെ ലാർജസ്റ്റ് ആയിട്ടുള്ള വലിയ മാൻമെയ്ഡ് ലേക്ക് കൂടിയുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഗുജറാത്തിലെ വേഴ്സ്റ്റ് വാട്ടർ റിസർവ് ആയിട്ടുള്ള കൺട്രിയാണ്. അപ്പോൾ ഡ്രാസ്റ്റിക് ഷോർട്ടേജ് ഓഫ് വാട്ടർ കാരണം ഡൊമസ്റ്റിക്കിനും കമേഴ്സ്യലിനും അഗ്രികൾച്ചറിനും ഇൻഡസ്ട്രിയലിനും അവർക്ക് വെള്ളം കിട്ടുന്നില്ല. ആ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്തിനാണ് വലുതായിട്ട് 85-ലും 88-ലും ഭയങ്കരമായ വരൾച്ച അനുഭവപ്പെടുകയും അതിന്റെ പരിണാമമായിട്ട് ഈ വേൾഡിന്റെ വേഴ്സ്റ്റ് മാൻമെയ്ഡ് ഇക്കോളജിക്കൽ ഡിസാസ്റ്റർ അത് അനുഭവിച്ചു. പിന്നെ ലോകത്തിന് തന്നെ ക്രിട്ടിക്കലി ഇതിന് പ്രോജക്റ്റ് ഒക്കെ ഹാംഫുൾ ആണെന്ന് പറയും. ഈ റിസർവോയർ കെട്ടിയാൽ 37,000 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ആയിരിക്കും വെള്ളത്തിനടിയിൽ പോവാന്നുള്ള ഒരു പരാതിയുണ്ട്. അതിൽ മാത്രമല്ല 100,000 ആൾക്കാർ, 248 വില്ലേജ്, 19 ഗുജറാത്ത്, 36 മഹാരാഷ്ട്ര, 193 മധ്യപ്രദേശ്. ഇങ്ങനെ ഈ ഒറിജിനലി നർമ്മ പ്രോജക്റ്റ് കൺസിഡർ ചെയ്തു എങ്കിൽ കൂടെയും ഇതിന്റെ ഡാം പ്രോജക്റ്റ് ചെയ്തിട്ടുള്ള ഡാം 161 ഫീറ്റ് ഹൈ ഡാം ആണ്. ഈ ഇതിൽ വാട്ടർ ടെക്നോളജിക്കലി ഹാരസ് ചെയ്തെടുക്കുമ്പോൾ മൾട്ടി പർപ്പസ് ഡാം ആയിട്ട് വരികയും അപ്പൊ അതിന്റെ ലെവൽ ഉയർത്തി 455 ഫീറ്റ് ആയിട്ട് ഉയർത്തി. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫൈനാൻസിന് വേണ്ടി സെൻട്രലിലേക്ക് പോവുകയും അവിടെ നിന്ന് അത് വേൾഡ് ബാങ്കിലേക്ക് പോവുകയും ചെയ്തു. ഈ നർമ്മദ ആന്തോളൻ ബച്ചാവോ എന്നുള്ള ഇത് ഇതിനെ ഫോർമലി സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഈ പ്രോജക്ട്സിനെ 1989 50,000 ആൾക്കാർ കൂടി ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് അങ്ങനെ മധ്യപ്രദേശിൽ അങ്ങനെ വന്നു. അപ്പൊ ഇതിന്റെ പ്രഷറിൽ വേൾഡ് ബാങ്ക് ഫോഴ്സ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു റിവ്യൂ കമ്മിറ്റി ഉണ്ടാക്കി. അതിന്റെ പേരാണ് മോർസ് റിവ്യൂ കമ്മീഷൻ.
ഈ കമ്മിറ്റി വഴി എൻഡോസ് ചെയ്തു. എല്ലാത്തിനെയും ഈ ആന്തോളനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങള് അവരോട് നോക്കാൻ പറഞ്ഞു. ഇതിന് പമില കോക്സ് കമ്മിറ്റി ഫോം ചെയ്ത് മോർസ് കമ്മിറ്റി റിവൈസ് ചെയ്ത് അവര് എന്തൊക്കെ വിധത്തിൽ അതിന് ഇന്റർനാഷണൽ അപ്രൂവർ ആക്കിയ ഒരു വലിയ വേൾഡ് ബാങ്ക് ആ പണം കൊടുക്കാണ്ട് വിഡ്രോ ചെയ്തു. സർദാർ സരോവർ പ്രോജക്ടിന്റെ പണം സഹായം ചെയ്യാൻ ഇരുന്നത് വിഡ്രോ ചെയ്തു. അങ്ങനെ ഗുജറാത്ത് ഗവൺമെന്റ് സ്വന്തമായിട്ട് $20 മില്യൺ പ്രൊജക്ട് ചെയ്യുകയും ഇതിനെ ഹെഡിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഈ മൂവ്മെന്റ് സക്സസ്ഫുൾ ആയിട്ട് കുറച്ച് ഒരു എക്സ്റ്റെന്റ് വരെ വന്നു. പിന്നത്തെ അച്ചീവ്മെന്റ് എന്ന് പറയാനായിട്ട് വേൾഡ് ബാങ്കിന്റെ സർദാർ സരോവർ 99 നിന്ന് തിരിച്ചുപോയി. ഹോൾട്ട് ഓഫ് സർദാർ സരോവർ കൺസ്ട്രക്ഷൻ വന്നു, നിന്നുപോയി. പിന്നെ വിഡ്രോവൽ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അടുത്തതായിട്ട് മഹേശ്വർ ഡാമിൽ നിന്നും വരുന്നു. ഇതേമാതിരി ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള മൊബിലൈസിങ് ഹാർഡ്ഷിപ്പും ഡിസ്പ്ലേസ്മെന്റ് ട്രൈബൽസിന്റെ ഡിസ്പ്ലേസ്മെന്റും ഇത് ഇന്റർനാഷണൽ സപ്പോർട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ ഗാന്ധിയൻ വിഷൻ പ്രകാരം കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയും NBA പോപ്പുലർലി ഡിസ്ട്രക്റ്റീവ് ലാൻഡ്മാർക്ക് ആയിട്ട് എൻവയറമെന്റലിസം കൊണ്ടുവരാണ്. ഇനി സിറ്റി ബേസ് ആയിട്ടുള്ള എൻവയറമെന്റൽ മൂവ്മെന്റ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിറ്റിയില് പൊല്യൂഷൻ, ഇൻഡസ്ട്രീസ് വരുന്നു. ആ ഇൻഡസ്ട്രീസ് കാരണം സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ഈ പൊല്യൂഷനെ പറ്റി എടുത്തു പറയാണ്. NGOs, അതായത് നമുക്ക് കാണാൻ പറ്റും, അത് പ്രത്യേകിച്ച് ഡൽഹിയിൽ എയർ ആണ് പൊല്യൂഷൻ ആവുന്നത്. ഇതിന്റെ ഇന്റർവെൻഷൻ ജുഡീഷ്യറി എടുക്കുകയും ഈ പൊല്യൂഷൻ കോസ് ആവുന്ന കമ്പനികൾ പ്രോസസ്സിൽ വരുന്നു. കളക്റ്റീവായ ആക്ഷൻ എഗെയിൻസ്റ്റ് പൊല്യൂഷൻ അർബൻ ഏരിയസിൽ കൊണ്ടുവരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഭോപ്പാലിൽ നടന്ന ഒരു യൂണിയൻ കാർബണേറ്റിന്റെ ട്രാജഡീസ്. ചാർമിയോൾ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നു നേരത്തെ. അത് ഭയങ്കരമായിട്ടുള്ള ഒരു ആക്സിഡന്റ് ആണ് ഇന്ത്യയിൽ നടന്നത്. അതിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിച്ചുപോയത്. അതിന് നെഗറ്റീവ് ഇഫക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നാണ് നമ്മൾ പറയുക. ഈ എൻവയറമെന്റൽ പൊല്യൂഷന് എങ്ങനെ അവയർനെസ് കൊടുക്കാം, എത്രത്തോളം ഡിസാസ്ട്രസ് ആണ് ഈ എൻവയറമെന്റൽ പൊല്യൂഷൻ എന്നുള്ളത് 1960 മുതൽ തുടങ്ങി. അതിന്റെ മേജർ സിറ്റീസ് പൊല്യൂഷൻ വന്നത് ഇന്ത്യയില് ഫ്രഷ് എയർ കിട്ടുന്നില്ല, വാട്ടർ ഇല്ല. അതേമാതിരി ബാക്കിയുള്ള എൻവയറമെന്റൽ പൊല്യൂഷന് നമ്മൾ കാണുന്നുണ്ട് സിറ്റിയില്. അപ്പൊ ഇവിടെ തന്നെ കാണുന്നുണ്ടല്ലോ നമ്മള് കാക്കനാടില് മാസങ്ങളോളം നിന്ന് കത്തുകയും അതിന്റെ പൊല്യൂഷൻ നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ് കേരളക്കാര്, അതിന് പ്രത്യേകിച്ച് കൊച്ചിക്കാര്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആൾക്കാരുടെ വരവും അതേമാതിരി തന്നെ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുകയും പൊല്യൂഷൻസ് വാഹനങ്ങൾ കൂടുകയും അതിൽ നിന്ന് വരുന്ന പുക പൊല്യൂഷൻ ചെയ്യുന്നു. അതേമാതിരി സിറ്റിന്റെ ശരിയായിട്ടുള്ള പ്ലാനിങ് ഇല്ലെങ്കിലും ഓപ്പൺ ഡ്രെയിനേജ് സിസ്റ്റം ഇതൊക്കെ വരുമ്പോഴത്തേക്കും നാച്ചുറൽ ആയിട്ട് എൻവയറമെന്റൽ ഹസാർഡ്സ് ആണ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല അതിന്റെ അവസാനം പരിണാമമായിട്ട് വരുന്നത് അസുഖങ്ങളാണ്. പല വിധത്തിലുള്ള അസുഖങ്ങൾ പിടിപെടുകയും കണ്ടേജിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ പിടിപെടുകയും അനാവശ്യമായിട്ട് മരണങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. ഇനി 1976 ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കൊണ്ടുവന്നു. ആ അമെൻമെന്റിൽ സ്റ്റേറ്റിനോട് പറയും എല്ലാവിധം എൻവയറമെന്റും പ്രൊട്ടക്ട് ചെയ്യുക, സേഫ് ഗാർഡ് ചെയ്യുക, ഫോറസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യുക, വൈൽഡ് ലൈഫിനെ സേഫ് ഗാർഡ് ചെയ്യുക. അതേമാതിരി എല്ലാ ഡെക്കേഡ്സിലും ഇതിന് എയർ ആക്ട് പാസ് ചെയ്തു. 1981 എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, 86 എയർ പൊല്യൂഷനും എൻവയറമെന്റൽ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് ഒരു ആക്ട് പാസ് ചെയ്തു. ജുഡീഷ്യറി ആയിട്ടും അത് പബ്ലിക് ഇൻട്രസ്റ്റ് ലെജിസ്ലേഷൻ എന്നുള്ള ലെവലിലും അത് കൊണ്ടുവരാനും ഈ PIL വളരെ സ്ട്രോങ് വെപ്പൺ ആയിട്ടുണ്ട് ഇന്റർവെൻഷനിൽ ഇപ്പോ ജുഡീഷ്യറിയിൽ. അപ്പോൾ ജസ്റ്റിസ് കൃഷ്ണയ്യർ, ജസ്റ്റിസ് കുൽദീപ് സിംഗ്, അഡ്വക്കേറ്റ് MC മേത്താണ് റിമാർക്കബിൾ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ എൻവയറമെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിൽ കാണുന്നത് ഡൽഹിയാണ്. ഡൽഹി പൊല്യൂഷൻ ഭയങ്കര കൂടുതലാണ്. കാരണം അവിടുത്തെ സിവിൽ സൊസൈറ്റിന്റെയും അതേമാതിരി എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്നത് വെഹിക്കുലർ ആൻഡ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ. പിന്നെ വാട്ടർ പൊല്യൂഷൻ ആണെങ്കിലോ യമുന റിവറിൽ. പിന്നെ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് വെഹിക്കിൾസ്
ഇൻക്രീസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണത്. അപ്പോൾ ഈ പൊല്യൂട്ടഡ് എൻവയറമെന്റിൽ ജീവിക്കുന്ന ആൾക്കാർക്കും, പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾക്കും പ്രായമായ അസുഖങ്ങളുള്ളവർക്കും ഇതിന്റെ റിയാക്ഷനായിട്ട് അത് കോർട്ടിലെത്തുകയും ഈ കോർട്ടിൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു CNG വെഹിക്കിൾസ്, അതായത് കമ്പൽസറി ആയിട്ട് പുക വരാത്ത മെഷീൻസ്, ഗ്യാസ് ഉള്ള വെഹിക്കിൾസ് ഉണ്ടാക്കുക, പൊല്യൂഷൻ ചെക്ക് മാൻഡേറ്ററി ആക്കി, എല്ലാ 6 മാസം കൂടുമ്പോഴും കാറിന്റെ ഒക്കെ പൊല്യൂഷൻ ചെക്ക് എടുക്കണം എന്നുള്ളത് നിർബന്ധമാക്കി. അതേമാതിരി തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഡൽഹി ഗവൺമെന്റ് പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസിനെ മാറ്റാനും യമുന റിവർ ക്ലീനിങ് പ്രോഗ്രാംസും കൊണ്ടുവരുന്നു. ഇത് കോടതിയുടെ അഭിപ്രായ പ്രകാരമാണ്. ഈ ക്ലോസിംഗ് ഡൗൺ, അതായത് വളരെ ക്ലോസിംഗ് പ്രശ്നങ്ങളുള്ള കമ്പനികൾ ക്ലോസ് ചെയ്യുക, അതേമാതിരി അൺപ്ലാൻഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് സിറ്റിയിൽ പാടില്ല, അതേമാതിരി തന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വണ്ടികൾ റോഡിൽ ഇറക്കുക, അങ്ങനെ പല വിധത്തിലുള്ള പ്രോഗ്രാംസും ഗവൺമെന്റ് നിർത്തി. പിന്നെ ഇപ്പൊ ഇലക്ട്രിക്കൽ സോളാർ എനർജി യൂസ് ചെയ്തിട്ടുള്ള കാറുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കാറുകൾ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പൊ പല വിധത്തിലുള്ള എൻവയറമെന്റൽ പൊല്യൂഷനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഒരു പുതിയ ഗ്രൂപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞത് ലെസ്ബിയൻസ്, ഗൈസ്, ബൈസെക്ഷൽസ്, ട്രാൻസ്ജെൻഡർ ആൻഡ് ക്വീറിസ്. ഇതിനെയാണ് നമ്മൾ ഒരു പുതിയ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ബേസ്ഡ് ഓൺ ദ സെക്സ്, ബേസ്ഡ് ഓൺ ദ ലൈഫ് ഓഫ് ദ ട്രാൻസ്ജെൻഡർ എന്നുള്ളത്. ആ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ എന്നുള്ള ബില്ല് 2016 വന്നു. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹു ഈസ് neither wholly woman or male. 2, a combination of male and female. ഇത് ജനറ്റിക് പ്രോബ്ലംസ് ആണ്. 3, neither female nor male. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രോബ്ലത്തിന് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ജെൻഡർ മാച്ച്, ജനിക്കുന്ന പേഴ്സൺ ജനിക്കുന്ന ജെൻഡറും അതേമാതിരി ജന്മനാ വരുന്ന ഫീലിങ്സിന്റെയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇവിടെ ഇൻക്ലൂഡ് ചെയ്തു വരുന്നത് ട്രാൻസ് മെൻ, ട്രാൻസ് വുമൺ, അതേമാതിരി ബാക്കിയുള്ളവർ ഇന്റർസെക്സ് വെറൈറ്റീസിലുള്ളവരും ജെൻഡർ ക്വേസ് എന്ന് പറയും. ഈ പേഴ്സൺസിനെ, അതായത് ഇവർക്ക് സോഷ്യലായിട്ട് സൊസൈറ്റിയിൽ വളരെ പ്രശ്നങ്ങൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലും കണ്ടിട്ടുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈ പേഴ്സൺസ്, അവർക്ക് ജോലി കിട്ടില്ല, അവരുടെ ശബ്ദം വ്യത്യാസമായിരിക്കും, അവരുടെ ലുക്സ് വ്യത്യാസമായിരിക്കും, പിന്നെ അവരെ ഒരു സോഷ്യലി അവരെ ബാക്കിയുള്ളവർ സൊസൈറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല. ഈ LGBTQs ഇന്ത്യയിൽ മുഴുവനും നടക്കുന്നുണ്ട്. ലോ മേക്കേഴ്സ് ഇവർക്കുള്ള മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതും, അവർക്ക് ഡിഗ്നിറ്റിയോടെ ജീവിക്കാൻ അവർക്ക് ആരും വീട് കൊടുക്കില്ല, അവര് ലീഡിങ് വെരി പുവർ, എന്താ പറയാ, മോശമായ വിധത്തിലുള്ള ജീവിതത്തിലേക്ക് അവരെ തള്ളിവിടുന്നു. പിന്നെ അവരെങ്ങനെയെങ്കിലും സെൽഫ് ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ തുടങ്ങിയാൽ തന്നെ അവരെ മിസ്യൂസ് ചെയ്യുകയും അവരെ ഹാരസ് ചെയ്തിട്ട് അവര് സൂയിസൈഡ് ലെവലിലേക്കും പോകുന്നുണ്ട്. ഇതേമാതിരി ഇതിനെ പറ്റി പറയുമ്പോൾ തുരുച്ചി ശിവ എന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് രാജ്യസഭയിൽ കൊണ്ടുവന്നു 12-ാം തീയതി 2014. ഈ ബില്ല് പാസ് ചെയ്തു യുനാനിമസ്ലി. ആഗസ്റ്റ് 2-ാം തീയതി 2016 യൂണിയൻ മിനിസ്റ്റർ താവാർ ചന്ദ് ഗെഹ്ലോട്ട് പ്രസന്റഡ് ഈ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ബില്ല് കൊണ്ടുവന്നു. അതില് ഈ ബില്ല് പ്രോഹിബിറ്റ് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ, അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്, ട്രാൻസ്ജെൻഡറിനെ ഇൻക്ലൂഡ് ചെയ്ത് ഡീനിയൽ സാധാരണമായിട്ടുള്ള സർവീസിലേക്കോ അൺഫെയർ ട്രീറ്റ്മെന്റിലോ റിലേഷനോ അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷനെ പറ്റിയോ. ഇപ്പൊ ട്രാൻസ്ജെൻഡർ ഡെവലപ്പായി വരുന്നുണ്ട്, അവര് ഡോക്ടേഴ്സ് ആവുന്നുണ്ട്, നല്ല എംപ്ലോയ്മെന്റ് കിട്ടുന്നുണ്ട്, ഹെൽത്ത് കെയർ ആക്സസ്, ബാക്കിയുള്ള ലൈഫിലെ എൻജോയ്മെന്റിനും ഫെസിലിറ്റീസിനും ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് പബ്ലിക്കില് ഓപ്പർച്യൂണിറ്റീസ്, അതേമാതിരി അവിടെ നിന്ന് പല വിധത്തിലുള്ള മൂവ്മെന്റ്, എവിടെ വേണമെങ്കിലും പോവാനുള്ള ഒരു മൂവ്മെന്റ്, അതേമാതിരി എവിടെ വേണമെങ്കിലും താമസിക്കാനുള്ള ഒരു എന്താ പറയാ, അതിന്റെ ഒരു അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് താമസിക്കാം, അതായത് റെന്റിനെടുക്കാം, അല്ലെങ്കിൽ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും പ്രോപ്പർട്ടിയിൽ താമസിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ഓഫീസിലും ജോലി കൊടുക്കുക, ഇങ്ങനെ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ കെയർ ചെയ്തെടുക്കാനും
ഓരോരുത്തരുടെ കസ്റ്റഡിയിൽ ട്രാൻസ്പേഴ്സൺ ആവാനും ഗവൺമെന്റ്, അതായത് സെൽഫ് ഐഡന്റിഫിക്കേഷൻ ആണ്. ഇപ്പോൾ സെൽഫ് ഐഡന്റിഫിക്കേഷൻ വരുമ്പോൾ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർക്ക് തേർഡ് ജെൻഡർ എന്നുള്ള ഒരു ബില്ല് കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ വെൽഫെയർ ഇഷ്യൂസും കൊടുത്തിട്ട് അവരെ സൊസൈറ്റിയിലേക്ക് റീഹാബിലിറ്റേഷൻ ചെയ്യാനുള്ള എഫേർട്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടെ അവർക്ക് ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ട് എറണാകുളത്ത് ഒരു ഫാഷൻ ഷോ വരെ നടന്നു ഈ ട്രാൻസ്ജെൻഡറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പതുക്കെ അവരുടെ കുറ്റമല്ല അത് ജന്മന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജനറ്റിക്കൽ പ്രോബ്ലംസ് കൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നാണ് ഈ കഥ. ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നിങ്ങൾ നല്ലപോലെ പുസ്തകങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക.